കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം. കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലിന്റെ പിതാവും മാതാവും KSEB ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചു. അജ്മലിന്റെ പിതാവ് UC റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിച്ചത്. UP മോഡൽ പ്രതികാര നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു. പ്രതിഷേധത്തിനിടെ അജ്മലിന്റെ പിതാവ് U റസാഖ് KSEB ഓഫീസിനു മുന്നിൽ കുഴഞ്ഞു വീണു. റസാഖിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അജ്മൽ, ഷഹദാദ് എന്നിവരുടെ വീട്ടിലെ വൈദ്യുതിയാണ് KSEB വിച്ഛേദിച്ചത്. ഓഫീസ് ആക്രമണത്തിൽ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് KSEB പറയുന്നത്. KSEBയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആക്രമണത്തിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് വീട്ടിൽ ഫ്യൂസ് ഊരാനെത്തിയ ലൈൻമാനെ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ ആദ്യം ആക്രമിച്ചത്. പിന്നീട് ഇന്നലെ രാവിലെ സഹോദരനൊപ്പം തിരുവമ്പാടിയിലെ KSEB ഓഫീസിലെത്തി കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ തല്ലി തകർക്കുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറായ പ്രശാന്തിനെ മർദ്ദിക്കുകയും ചെയ്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് അജ്മലിന്റെയും കൂടെയുണ്ടായിരുന്ന ഷഹദാദിന്റെയും വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEB മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച റസാഖ് എന്നയാളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇതിനെ തുടർന്ന് റസാഖിന്റെ മകനായ അജ്മലും സുഹൃത്ത് ഷഹദാദും ചേർന്ന് ലൈൻമാനെയും സഹായിയെയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ KSEB പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് KSEB ഓഫീസ് അടിച്ചു തകർത്തത്. വനിതാ ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുകയും മലിനജലം ഒഴുക്കുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത്. ആക്രമണത്തിൽ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് KSEBയുടെ വിശദീകരണം. അക്രമത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ 4 പേർക്ക് മർദ്ദനമേറ്റിരുന്നു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും വീട്ടിലെ വൈദ്യുതിയും വിച്ഛേദിക്കാൻ ഉത്തരവിട്ടതും.